Hello friends, Law of Torts in the question ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോ എൻട്രൻസ് എക്സാമിന് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് സെഷനിൽ ലോ ഓഫ് ടോർട്സിന്റെ ക്വസ്റ്റ്യൻ ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലീക്ക് കുറച്ച് 3-4 ഒക്കെ വരുന്നുണ്ട്. കുസാറ്റിനൊക്കെ ആണെങ്കിൽ 1-2 വരാറുള്ളൂ. അതും ഇപ്പോൾ 2-3 വർഷമായിട്ടാണ് ടോട്ടിൽ നിന്ന് വരുന്നത്. അതിന് മുന്നേ ഒന്നും ടോട്ടിൽ നിന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ടോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ബേസിക് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് വെച്ച് അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസും ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുന്നേത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് സ്വന്തമായിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സ്കോർ ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. പഠിച്ച് നമുക്ക് കുറച്ച് അറിയാമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസും കിട്ടും. അതുപോലെ ഇനി ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, the tort of intimidation was propounded in options: option A Winter Bottom versus Wright, option B Pasley versus Freeman, option C Winsmore versus Greenbank, option D Rooks versus Bernard. Answer option D Rooks versus Bernard. അപ്പോൾ tort of intimidation ഏത് കേസിൽ, ഇതെല്ലാം കേസസ് ആണ്. അപ്പോൾ ഏതിലാണ് പറഞ്ഞെന്നുള്ളതാണ്. ഈ ഓപ്ഷൻസ് എല്ലാം കേസസ് ആണ്. In law of torts, a master is generally liable for acts of his servant. This is called options: option A strict liability, option B vicarious liability, option C extended liability, option D limited liability. Answer option B vicarious liability. അപ്പോൾ ഒരു സെർവന്റ്, ഒരു മാസ്റ്ററിന് വേണ്ടി ഒരു സെർവന്റ് ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സെർവന്റിന്റെ കയ്യിൽ നിന്ന് പറ്റുകയാണെങ്കിൽ അതിന് മാസ്റ്റർ ആയിരിക്കും ലയബിൾ. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് vicarious liability. Tort means options: option A civil wrong, option B quasi criminal wrong, option C criminal wrong, option D a civil wrong except breach of contract or trust. Answer option D a civil wrong except breach of contract or trust. Civil tort എന്ന് പറയുന്നത് ഒരു സിവിൽ റോങ് ആണ്. അതിനെ നമുക്ക് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി എന്ന് പറയാം. ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ആണ്, ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി റിസൾട്ട്സ് ഇൻ ടോർട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടോർട്ടിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ടോർട്ട് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത് ലോ എൻട്രൻസിന്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. Consider the following facts about defamation. It can be both a civil wrong as well as a criminal wrong. It can be both law of tort and Indian Penal Code. It can be both spoken and written. ഇപ്പോൾ ഡിഫമേഷൻ എന്ന് വെച്ചാൽ ഒരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ പ്രചാരണങ്ങൾ നടത്തുകയോ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഡിഫമേഷൻ. അപ്പം അത് സിവിൽ റോങ്ങും ആകാം, ക്രിമിനൽ റോങ്ങും ആകാം. അതായത് സിവിൽ റോങ് എന്ന് പറയുന്നത് ടോർട്ടാണ് സിവിൽ റോങ്. അപ്പൊ ടോർട്ടിലും ഉണ്ട് ഡിഫമേഷൻ. അതുപോലെ ക്രിമിനൽ റോങ്സ് പറയുന്ന IPCയിലെ ഒരു സെക്ഷൻ കൂടിയാണ് ഡിഫമേഷൻ. അപ്പം ബോത്ത് ലോ ഓഫ് ടോർട്സിലും ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് IPCയിലും ഉണ്ട്. അത് ഡിഫമേഷൻ 2 ടൈപ്സ് ഉണ്ട്, സ്പോക്കൺ റിട്ടൺ 2 ടൈപ്സ് ഉണ്ട്. അതായത് നമ്മൾ ഒരാളെ കുറിച്ച്, ഒരാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ തെറ്റായ പ്രചാരണങ്ങൾ നമ്മൾ വാക്കാൽ പറഞ്ഞു പരത്തുകയാണെങ്കിൽ, പബ്ലിക്കിൽ പറയുകയാണെങ്കിൽ അത് സ്പോക്കൺ ആണ്. സ്പോക്കൺ അതിനൊരു പേരുമുണ്ട്, സ്ലാൻഡർ. അതുപോലെ റിട്ടൺ ആണെങ്കിൽ നമ്മൾ ഒരാളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിനെ ലിബൽ എന്ന് പറയും. അപ്പൊ 2 ടൈപ്സ് ഉണ്ട്. ഈ പറഞ്ഞ 3 സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3 are correct. Slander is a options: option A tort, crime, breach of contract, breach of trust. നേരത്തെ പറഞ്ഞ പോലെ സ്ലാൻഡർ എന്ന് പറയുന്ന ടോർട്ട് ആണ്. അത് നമ്മൾ ഒരാളെ കുറിച്ച് വാക്കാൽ തെറ്റായ കാര്യങ്ങൾ പബ്ലിക്കിൽ പറയുന്നു. ഡിഫമേഷന്റെ ഒരു ടൈപ്പാണ് സ്ലാൻഡർ. Spoken words, the defamation through spoken words, and slander. What is meant by unliquidated damage? Fixed damages, non-stipulated damages, heavy damages, exemplary damages. Answer B non-stipulated damages. അതായത് ഫിക്സ്ഡ്, നോൺ ഫിക്സ്ഡ് ഡാമേജസ് എന്നും പറയാം. ഫിക്സ്ഡ് അല്ലാത്ത ഡാമേജസ് ആണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. ടോർട്ടിന്റെ റെമഡിയാണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. നമ്മൾ IPCയിലേക്ക് ഓരോ തെറ്റുകൾ വരുമ്പോൾ, ക്രിമിനൽ ലോയിൽ ഓരോ തെറ്റുകൾ വരുമ്പോൾ പണിഷ്മെന്റ് കൊടുക്കും. ടോർട്ടിലാണെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് മണി നമ്മൾ കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കും. അതാണ് ടോർട്ടിന്റെ റെമഡി. അത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിരിക്കും. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള എമൗണ്ട് അല്ല, ആ ഓരോ കേസിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന കോമ്പൻസേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ളതല്ല, ഫിക്സ് ചെയ്യാത്ത ഡാമേജസ് കോമ്പൻസേഷൻ ആണ് കൊടുക്കുന്നത്.
Defamation infringes a person's right to options option A reputation, option B pride, option C privilege, option D status. So, answer option A reputation. In defamation infringes a person's right to reputation. The doctrine of strict liability means liability based on fault, state liability, no fault liability, absolute liability. Answer option C, no fault liability. Tort is a species of criminal wrong, civil wrong with breach of contracts, civil wrong without breach of contract, moral wrong. Tort എന്ന് പറയുന്നത് civil wrong ആണ് without breach of contract. Okay. The vicarious liability arising from relation is of the principal and agent, of the master and servant, of the guardian and ward. All are correct. Answer option D, all are correct. അപ്പോൾ vicarious liability നേരത്തെ പറഞ്ഞ മാസ്റ്റർ സെർവന്റ്, അതുപോലെ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷനിലും vicarious liability ഉണ്ട്, ഗാർഡിയൻ വാർഡ് ആ ഒരു റിലേഷനിലും ഉണ്ട്. മൂന്ന് റിലേഷൻസിലും vicarious liabilityയുടെ പ്രിൻസിപ്പൽ ഈ മൂന്ന് റിലേഷൻസും വരും. ഇനി അടുത്തത് A wants to purchase B's car and drive it to test it with B seated by his side. Because of A's negligence, an accident occurs and C is injured. C sues B for damages. In this case, option A, B is not liable as A was driving the car for his own purpose. Option B, B is not liable as A was not the servant of B. B is liable because he had not abandoned his right and duty to control the way in which the car was driven. Option D, B is liable because A was driving the car for B's purpose. അപ്പോൾ എക്ക് ബിയുടെ കാർ മേടിക്കാൻ താല്പര്യമുണ്ട്, അതിനു വേണ്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. പക്ഷെ ബി കൂടെ ഉണ്ട്. ആ സമയത്ത് എയുടെ നെഗ്ലിജൻസ് കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് സി എന്ന് പറയുന്ന മറ്റൊരാൾക്ക് ഇഞ്ചുറി സംഭവിക്കുന്നു. സി ഈ ബിയെ ആണ് സ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരാണ് ഇതിനകത്ത് ലൈബിൾ? ഇവിടെ ബി ആണ് ലൈബിൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ബി ഈസ് ലൈബിൾ ബിക്കോസ് ഹി ഹാഡ് നോട്ട് അബാൻഡൻഡ് ഹിസ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടി ടു കൺട്രോൾ ദ വേ ഇൻ വിച്ച് ദി കാർ വാസ് ഡ്രിവൻ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ പ്രിൻസിപ്പൽ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എക്സാമിനകത്ത്. ചില വർഷങ്ങളിൽ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് പ്രിൻസിപ്പൽ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഫാക്ട് തരും, പ്രിൻസിപ്പിൾ തരും, എന്നിട്ട് അതിൽ നിന്ന് ഏതാണ് കറക്റ്റ്, ആരായിരിക്കും തെറ്റുകാരൻ, ആരാണ് ലയബിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. Prosecution under tort of malicious prosecution means proceeding at a police station charging a person with a crime, proceeding in a court of law charging a person with a crime, proceeding undertaken by a public prosecutor, proceeding undertaken both by police officer and public prosecutor. Answer option B, proceeding in a court of law charging a person with a crime. When two or more persons commit some tort against the same person, they are independent tortfeasors, joint tortfeasors, either independent tortfeasors or joint tortfeasors, neither A nor B. Answer either independent tortfeasors or joint tortfeasors. അപ്പം tortfeasor എന്ന് വെച്ചാൽ a person committing a tort, ഒരു ടോർട്ട് ചെയ്യുന്ന ആളിനെയാണ് tortfeasor എന്ന് പറയുന്നത്. The liability of independent tortfeasors, joint only, several only, joint and several, neither joint nor several. Joint and several. അപ്പോൾ ഇൻഡിപെൻഡന്റ് tortfeasors ഒരു ഗ്രൂപ്പായിട്ടാണ് എന്തെങ്കിലും ടോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓരോ ആൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടും എന്തുണ്ട്, അതിൽ പങ്കുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും നമുക്ക് നോക്കുമ്പോൾ പങ്കുണ്ട്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടും അയാൾ ആ ടോർട്ട് ചെയ്തു, ഗ്രൂപ്പിലും ഗ്രൂപ്പായിട്ടും അയാൾ ലൈബിൾ ആവുന്നുണ്ട്. Objective theory of negligence was given by options. Option A, Salmon, option B, Austin, option C, Holland, option D, Pollock. Answer option D, Pollock. Liability for libel depends on options. Option A, intention of the defamer, option B, fact of defamation, option C, intention of the defamer and the fact of defamation, option D, none of this. Answer option C, intention of the defamer and the fact of defamation. The principle of ubi jus ibi remedium was recognized in options. Option A, Winterbottom versus Wright, option B, Chapman versus Pickersgill, option C, Ashby versus White, option D, Rylance versus Fletcher. Answer option C, Ashby versus White. Ubi jus ibi remedium
എന്നുള്ള ലീഗൽ മാക്സിം ഒക്കെ ഞാൻ ഡെയിലി ഷോർട്സ് ആയിട്ട് ഇടുന്ന ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസിന്റെ ഡെയിലി ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മീനിങ് ഒക്കെ. അപ്പോൾ അതിന്റെ മീനിങ് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യും. Which one of the following limitations to the rule of volenti not fit injuria is not correct? Options: option A, the consent should be free. Option B, consent to illegal act is no consent. Option C, mere knowledge of the risk is not assumption to the risk. Option D, consent in rescue cases is not consent. Answer option B, consent to illegal act is no consent. Volenti non fit injuria. ഇതിന്റെ മീനിങ് ഒക്കെ ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ വോളണ്ടറിലി നമ്മൾ ഒരു കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മളൊരു ആക്ടിൽ നമ്മളും അതിൽ ആക്ടിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമ്മൾ വോളണ്ടറിലി ആണ് ആ ഒരു ആക്ടിൽ പങ്കെടുത്തതെങ്കിൽ അല്ലെങ്കിൽ ആക്ട് ചെയ്തതെങ്കിൽ ആ ആക്ടിൽ നമ്മൾ പെട്ട് എന്തെങ്കിലും നമുക്കൊരു ഇത് പറ്റിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലീഗൽ ഒരു ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റില്ല. വോളണ്ടറിലി നമ്മൾ കൊടുക്കുന്ന കൺസെന്റ് അവിടെ നമുക്ക് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസെന്റ് ടു ഇല്ലീഗൽ ആക്ട് ഇസ് നോ കൺസെന്റ്. അപ്പൊ ആ ഒരു കൺസെന്റ് നമ്മൾ ഇംപ്ലൈഡ്ലി നമ്മളൊരു കൺസെന്റ് കൊടുക്കുമ്പോൾ ആ കൺസെന്റ് ഫ്രീ ആയിരിക്കണം. ഓക്കെ. Defamation by spoken words or gestures is known as options: option A, innuendo, option B, slander, option C, libel, option D, none of these. Answer option B, slander. നേരത്തെ പറഞ്ഞു. Damnum sine injuria in tort law means options: option A, without damage law does not recognize a legal injury. Option B, law recognizes injury even though there is no damage. Option C, every damage may not be recognized as a legal injury. Option D, none of the above. അപ്പോൾ ഡാംനം സിനെ ഇഞ്ചുറി എന്ന് വെച്ചാൽ ഡാമേജസ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ഡാമേജസ് ഇവിടുത്തെ ഡാമേജ് എന്ന് പറയുന്നത് ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി. ഡാമേജ് നമുക്ക് സംഭവിക്കുന്ന നഷ്ടം. ലീഗൽ ഇഞ്ചുറി എന്ന് വെച്ചാൽ നമ്മുടെ ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ആണ്. അപ്പൊ ലീഗൽ റൈറ്റിന് നമ്മുടെ റൈറ്റുകൾക്ക് ഒരു വയലേഷൻ സംഭവിക്കാതെ എന്തെങ്കിലും ഒരു ഡാമേജ് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കോമ്പൻസേഷൻ കിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു പ്രിൻസിപ്പിളിന്റെ മീനിങ്. അപ്പൊ ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി, നമ്മളുടെ എന്തെങ്കിലും ലീഗൽ റൈറ്റ് ഹനിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് അവകാശങ്ങൾ കിട്ടാതെ നമുക്കൊരു ഇഞ്ചുറി ഒരു ഡാമേജ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ചില്ല എന്നാൽ കൂടിയും നമുക്ക് നമ്മുടെ റൈറ്റിന് എന്തെങ്കിലുമൊക്കെ വയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റും, നമുക്ക് കോമ്പൻസേഷനും കിട്ടും. പക്ഷെ നമ്മുടെ റൈറ്റിന് നമ്മുടെ ലീഗൽ റൈറ്റിന് ഒന്നും ബാധിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടിയ അവകാശങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഒരു ഡാമേജ് സംഭവിച്ചു. അപ്പോൾ അതുവഴി ഒരു ആക്ട് വഴി നമുക്കൊരു ഡാമേജ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കോമ്പൻസേഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, എവറി ഡാമേജ് മേ നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ ലീഗൽ ഇഞ്ചുറി. അപ്പോൾ നമുക്ക് ഡാമേജ് സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടാവണം. അപ്പോൾ ഈ ഡാംനം സിനെ ഇഞ്ചുറിയുടെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി എന്നാണ്. According to the objective theory of negligence, negligence is a state of mind, type of conduct, state of heart, all of these. Options: option B, type of conduct. Nuisance can be option A, public nuisance, private, both private and public, either private or public. Option C, both private and public. Which statement is correct for an act of tort? It is a civil wrong. All civil wrongs are not tort. It gives a right in rem. All of the above. Answer option D, all of the above. Civil wrong ആണ്, അതുപോലെ എല്ലാ civil wrongsഉം tort അല്ല. It gives a right in rem. ഇത് മൂന്ന് എന്താണ് ടോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. What does injuria sine damnum mean? ഇപ്പൊ നേരത്തെ നമ്മൾ damnum sine injuria പറഞ്ഞു, ഇവിടെ injuria sine damnum എന്ന് വെച്ചാൽ injuries without damage, legal injury without damage, damage without legal injury, damage without actual injury, damage in the form of legal injury only, damage in the form of legal and actual injury. Option C, damage in the form of legal injury only.
Qui facit per alium, facit per se, a maxim in law of tort is related with which act of tort? Options: option A, capacity to sue, option B, negligence, option C, vicarious liability, option D, defamation. Answer option C, vicarious liability. Master is not vicariously liable for the tort of his servant. Option B, agent, option C, independent contractor, option D, employee. Answer option C, independent contractor. Master is not vicariously liable for the tort of his independent contractor. The maxim Injuria Sine Damnum has been explained in options: option A, Donop versus Stevenson, option B, Winterbottom versus Wright, option C, Ashby versus White, option D, Lumley versus Guy. Answer option C, Ashby versus White. Ashby versus White എന്ന് പറയുന്ന കേസിലാണ് ഇൻജൂറിയ സിനെ ഡാംനോ എന്ന് പറയുന്ന മാക്സിം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. The doctrine of vicarious liability applies when there is a relationship of principal and agent, relationship of partners, relationship of master and servant, all of the above. Answer all of the above. An accident is one out of ordinary course of things, something so unusual as not to be looked for by a person of ordinary prudence is said to be negligence. Option B, inevitable accident, act of God, damnum sine injuria. Answer option B, inevitable accident. Inevitable accident എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങനെ അതായത് അയാൾക്ക് മുന്നേ കൂട്ടി കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, അതാണ് ഇൻഎവിറ്റബിൾ ആക്സിഡന്റ്. അൺഫോർസിയബിൾ സർക്കംസ്റ്റാൻസസ്, നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് അയാളുടെ ഓർഡിനറി പ്രൂഡൻസിൽ, അയാളുടെ സാധാ ബോധത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവിക്കുന്ന കാര്യമാണ് ഇൻഎവിറ്റബിൾ ആക്സിഡന്റ്. ഓക്കെ, അൺഫോർസിയബിൾ സർക്കംസ്റ്റാൻസസ്, നമുക്ക് മുൻകൂട്ടി ചിന്തിക്കാൻ അല്ലെങ്കിൽ ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റാത്ത ചില സംഭവങ്ങൾ, അതാണ് inevitable accident. Tort is a civil wrong. Options: option A, it is distinguishable from contract, it is partly distinguishable from contract, it is other than mere breach of contract, it is none of these. It is other than mere breach of contract. Which of the following is breach of absolute right actionable per se? Options: option A, nuisance, option B, negligence, option C, trespass, option D, none of the above. Option C, trespass. Maxim damnum sine injuria means damage without infringement of legal right, damage with infringement of legal right, infringement of legal right without damage, infringement of legal right with damage. Damage without infringement of legal right, damage without legal injury എന്ന് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞതാണ്, ഡാംനം സിനെ ഇൻജൂറിയെ പറഞ്ഞു, ഇൻജൂറിയ സിനെ ഡാംനോയും പറഞ്ഞു. ഡാംനം സിനെ ഇൻജൂറിയയുടെ ആ മാക്സിമിന്റെ മീനിങ് ഡാമേജ് വിത്തൗട്ട് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്, അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ എളുപ്പത്തിന് ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇൻജുറി എന്ന് പഠിച്ചാൽ മതി. The maxim ex turpi causa non oritur actio implies and means from an immoral cause also action arises, from an immoral cause no action arises, morality and immorality is of no significance in an action for tort. Option D, both A and C. Option B, from an immoral cause no action arises. Okay, no action arises from an immoral cause, അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗലി വാലിഡ് അല്ലാത്ത ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിൽ നിന്നും ഒരു ആക്ഷൻ നമുക്ക് ഒരാൾക്കെതിരെ സ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. Maxim res-ipsa loquitur is a rule of law, rule of procedure, rule of evidence, rule of negligence. Rule of negligence. Res-ipsa loquitur means the thing speaks for itself. Injuria sine damnum relates to cases where there is an invasion of an absolute private right, an invasion of a public right, a violation of a legal right, a legally authorized act resulting in injury. Answer option C, a violation of a legal right. Contributory negligence is a tort, crime, defense right. അതൊരു ഡിഫൻസ് ആണ്. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഈസ് എ ഡിഫൻസ്. അപ്പോൾ ടോർട്ടിൽ നിന്ന്
ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ടെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സാം പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ടെസ്റ്റിനകത്ത് ഇടുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് കുസാറ്റിനൊക്കെ കുറച്ച് മാത്രമേ 1-2 ഒക്കെ ചോദിക്കുള്ളൂ. ക്ലീക്ക് 3-4-5 ചോദിക്കാം. അപ്പോൾ ഇതുപോലത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക് നോക്കാം.